ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഒരു അഫ്ഗാൻ ജിലേബിയാണ്. ഈ ജിലേബി കുറേ ക്രിസ്പി ആയിട്ട് നിൽക്കുന്ന അടിപൊളി ജിലേബിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1 കപ്പ് മൈദയാണ് എടുത്തത്. കറക്റ്റ് മെഷർമെൻറ്റ് എടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടി മെയിൻ സാധനം എന്ന് പറയുന്നത് നമ്മളെ നാടൻ ജിലേബിയിൽ ചേർക്കാത്തൊരു സാധനമുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ കോണിൻ്റെ പൗഡറാണ് കേട്ടോ. നമ്മൾ പോപ്കോൺ ഉണ്ടാക്കണ ഉണങ്ങിയ പോപ്കോണിൻ്റെ ആ ഒരു കോണില്ലേ, ആ കോൺ പൊടിച്ച പൊടിയാണ്. ഇതിവിടെ മില്ലിൽ പൊടിച്ച് കിട്ടുന്നതാണ്. ഇത് റെഡിമെയ്ഡ് വാങ്ങിക്കാനും കിട്ടും. നാട്ടിലും ഇത് അവൈലബിൾ ആണ്. ഇനി അഥവാ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചോളപ്പൊടി, പുട്ടുപൊടി, ചോളപ്പുട്ടുപൊടി എന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടിൽ വാങ്ങിക്കാൻ കിട്ടും. അത് ഇട്ടാൽ മതിയാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. മിക്കവാറും അത് ഇട്ടാൽ മതിയാവും. ഇനിയിപ്പോൾ ഇത് തീരെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് റവ ഇട്ടാൽ മതി കേട്ടോ. റവ ഈ ഒരു സെയിം ടേസ്റ്റ് ആയിരിക്കില്ല, എന്നാലും ഏകദേശമായി കിട്ടുന്ന ഒരു സാധനം എന്ന് പറയുന്നത് റവയാണ്. അപ്പോൾ ഇത് കിട്ടുകയാണെങ്കിൽ ഇതന്നെ ഇടുക. ഇതിപ്പോൾ 3 ടേബിൾ സ്പൂണാണ് ഞാൻ ഇടുന്നത് കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് മെഷറിംഗ് സ്പൂണാണ്. 3 ടേബിൾ സ്പൂൺ. 1 കപ്പ് മൈദക്ക് 3 ടേബിൾ സ്പൂൺ കോണിൻ്റെ പൗഡറാണ് ഇടേണ്ടത്. കോൺഫ്ലോർ അല്ല, കോൺ പൊടിച്ചത്. ഇനി ഇതിലേക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് വേണ്ടിയത്. അതെൻ്റെ കയ്യിലിപ്പം ടീസ്പൂണിൻ്റെ മെഷർമെൻറ്റ് ടീസ്പൂണാണുള്ളത്. അങ്ങനത്തെ ഒരു 1.5 ടീസ്പൂണാണ് വേണ്ടിയത് കേട്ടോ. 1.5 ടീസ്പൂൺ. ഇത് ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂണാണ്. അപ്പോൾ മാറിപ്പോവരുത്. ടീസ്പൂണും ടേബിൾ സ്പൂണും നല്ലോണം ശ്രദ്ധിച്ച് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ അതാ 1.5 ടീസ്പൂൺ ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടത് ലെമൺ പിഴിഞ്ഞതാണ്, ലെമണിൻ്റെ ജ്യൂസ്. അത് 1 ടേബിൾ സ്പൂണാണ് വേണ്ടിയത് കേട്ടോ. 1 ടേബിൾ സ്പൂൺ. പിന്നെ വേണ്ടി ഒരു നുള്ള് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണം ഇട്ടാൽ മതി. പിന്നെ വേണ്ടത് ഇതിപ്പം ജിലേബി ആണല്ലോ, ജിലേബിക്ക് ഒരു കളർ കൊടുക്കാൻ വേണ്ടി ഓറഞ്ച് റെഡാണ് ഞാനിവിടെ എടുത്തത്. അപ്പോൾ ഒന്നുകിൽ യെല്ലോ എടുക്കുക, അല്ലെങ്കിൽ റെഡ് എടുക്കുക. ഇതിൽ ഇഷ്ടമുള്ള കളർ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ കളർ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒരു നുള്ളു കളർ ഇട്ടണം. ഇനി ഇതിലേക്ക് വേണ്ടിയത് വെള്ളമാണ്. വെള്ളത്തിൻ്റെ അളവ് ഒരു 3/4 കപ്പ് ഞാനിപ്പോൾ ആദ്യം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 3/4 കപ്പ് എന്ന് പറഞ്ഞാൽ അരക്കപ്പേ ഞാനിപ്പോൾ ഒഴിച്ചിട്ടുള്ളൂ. ഇനി 1/4 കപ്പ് ബാക്കിയാണ് കേട്ടോ. അപ്പോൾ 1/2 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്യുക. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ അത് ആദ്യം കുറച്ച് ഹാർഡായിരിക്കും, കുറച്ച് ബലം പ്രയോഗിച്ച് മിക്സ് ചെയ്യണം കേട്ടോ. ബാക്കി ഇതാ 1/4 കപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് 1/2 കപ്പിൻ്റെ മെഷർമെൻ്റ് ആണ്. ആദ്യം 1/2 കപ്പ് ഒഴിച്ച് ഇത് പിന്നെ 1/4 കപ്പ് ഒഴിച്ചപ്പോൾ 3/4 കപ്പായി. അപ്പോൾ ഇത് ഏകദേശം മതിയാവും. നല്ലോണം ഒന്ന് എന്താ പറയുക, ഒരു ബലം പ്രയോഗിച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം പോരാന്ന് വെച്ചിട്ട് പിന്നെ പിന്നെ വെള്ളം ചേർത്ത് കൊടുക്കരുത്, അപ്പോൾ ലൂസായി പോവും. അപ്പോൾ നന്നായിട്ട് വെള്ളം പ്രയോഗിച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. 1-2 മിനിറ്റ് നേരം മിക്സ് ചെയ്താലാണ് ഇത് കറക്റ്റായി വരിക കേട്ടോ. അപ്പോൾ കുറച്ച് ടൈം എടുക്കും. അതുവരെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് വിട്ടു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫുള്ളായിട്ട് കാണിക്കുന്നത് കേട്ടോ. കറക്റ്റായി വരണമെങ്കിൽ ഇതിപ്പോൾ കണ്ടോ, ഞാനിപ്പോൾ 2 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. ഈ ഒരു പാകത്തിലാണ് ഇപ്പോൾ ആയത്. അപ്പോൾ ഇത് കുറച്ചൊരു കട്ടി കൂടുതലാണ്. അപ്പോൾ ഇത്തിരി കൂടി ഇതിങ്ങനെ പൊന്തിച്ച് നോക്കിയാൽ ഒരു ഒറ്റ ഇതിൽ വീഴണം, അതാണ് പാകം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടെ വെള്ളം എടുത്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ 1/2 ടേബിൾ സ്പൂണാണ് ഞാനിപ്പോൾ ഒഴിച്ചിട്ടുള്ളൂ. 1 ടേബിൾ സ്പൂൺ വെള്ളം എടുത്തിട്ട് 1/2 ടേബിൾ സ്പൂണാണ് ഇപ്പോൾ ഒഴിച്ചത്. എന്നിട്ട് മതിയോ നോക്കുക. പോരാൻ തോന്നുകയാണെങ്കിൽ ബാക്കി ആരെയും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ പൊന്തിച്ചാൽ ഒറ്റ ഇതിൽ വിടാണ്ട് ഇങ്ങനെ മാവ് വീഴണം, അതാണ് പാകം എന്ന് പറയുന്നത്. അതാ പൊന്തിച്ച് നോക്കിയാൽ ഇതിപ്പോൾ കണ്ട ഇങ്ങനെയാണ് വേണ്ടിയത് കേട്ടോ. അങ്ങനെ ഒഴിച്ചാൽ മേലെ ഇങ്ങനെ ആ ഒരു ലെയർ ഇങ്ങനെ കാണണം, ഈ ഒരു പാകത്തിൽ. ഇതിപ്പോൾ റെഡിയാണ്. അപ്പം ഞാൻ മൊത്തം ഒഴിച്ചത് 3/4 കപ്പും പ്ലസ് 1/2 ടേബിൾ സ്പൂണാണ് കേട്ടോ. ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് പ്ലാസ്റ്റിക് റെപ്പ് കൊണ്ടൊന്ന് മൂടിയിട്ട്, സാധാരണ മൂടിയോണ്ട് മൂടിയാലും മതി, 1 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. നല്ല ചൂടുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ, നാട്ടിലൊക്കെ ആണെങ്കിൽ 1/2 മണിക്കൂർ മതി കേട്ടോ. ഇവിടെ ഇപ്പോൾ ഞാൻ AC ഇട്ട റൂം ആയതുകൊണ്ടാണ് 1 മണിക്കൂർ വെക്കുന്നത്. ഇനിയിപ്പോൾ അടുത്തത് ഈ ജിലേബിക്ക് വേണ്ടിയ സിറപ്പാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ 1.5 കപ്പാണ് എടുക്കുന്നത് കേട്ടോ. ഏത് കപ്പിലാണോ നിങ്ങൾ എടുക്കുന്നത് അത് നോക്കിയാൽ മതി. ഞാനിപ്പോൾ 1.5 കപ്പ് എടുത്തിട്ടുണ്ട് പഞ്ചസാര. പിന്നെ അതിലേക്ക് ഒരു അരമുറി ചെറുനാരങ്ങ മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുരു ഇല്ലാണ്ട്. പിന്നെ ആ സെയിം അളവ് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1.5 കപ്പ് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. 1.5 കപ്പ് പഞ്ചസാര, 1.5 കപ്പ് വെള്ളവും. ഇതിന് ഇനി എന്താ പറയുക, നമ്മൾ സാഫ്രൺ, നമ്മളെ കുങ്കുമം, അതാണ് ലേശം ഇട്ട് കൊടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ കളർ ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ, അടുപ്പത്ത് വെച്ച് നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് നേരം ഇത് തിളപ്പിച്ച് കഴിഞ്ഞാൽ സിറപ്പ് റെഡിയാവും കേട്ടോ. കാരണം ഓവറായിട്ട് ഇത് ഒരു നൂൽപ്പാകമായി പോകാനും പാടില്ല, എന്നാൽ ഇത് വെള്ളം പോലെ ആവാനും പാടില്ല. രണ്ടിൻ്റെയും നടുക്ക് നിൽക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റ് കറക്റ്റാണ് ഇത് തിളപ്പിച്ച് കഴിഞ്ഞാൽ റെഡിയാവും.
ഇനിയിപ്പോൾ അടുത്തത് കുക്കീസാണ് കാണിക്കുന്നത്. കുക്കീസ് എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക, വായിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞു പോകുന്ന ഒരു കുക്കീസില്ല, നമ്മൾ അമേരിക്കാനൻ്റെ ഒക്കെ കുക്കീസ് അതുപോലത്തെ ഒരു കുക്കീസാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ ഈ ഒരു കുക്കീസ്. അപ്പോൾ ഞാനിപ്പോൾ മെഷറിംഗ് കപ്പിൽ അളന്നെടുത്തതാണ്. ഒരു അര കപ്പ് ബട്ടറാണ് എടുത്തത്. ബട്ടർ ഒരു 3-4 മണിക്കൂറെങ്കിലും നമ്മൾ പുറത്ത് വെച്ചിട്ട് അത്രയും സോഫ്റ്റ് ആയ ബട്ടർ ആയിരിക്കണം കേട്ടോ. അപ്പോൾ തീരെ തണുപ്പില്ലാത്ത പുറത്ത് വെച്ചിട്ടുള്ള ബട്ടറാണത്. അപ്പോൾ അര കപ്പാണ് ഞാനിപ്പം അൺസോൾട്ടഡ് ബട്ടർ എടുത്തത്. ഉപ്പില്ലാത്ത ബട്ടറാണ് അത്. ഈ ബട്ടറിലേക്ക് ഇനി നമ്മൾ മധുരത്തിന് ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡാണ്. അതൊരു അര കപ്പ് തന്നെ ഞാൻ അളന്ന് വയ്ക്കുകയാണ്. ഇതൊരു മീഡിയം മധുരമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3/4 കപ്പ് വേണമെങ്കിൽ വയ്ക്കുക കേട്ടോ. ഞാൻ മധുരം ലേശം കുറയ്ക്കുന്നുണ്ട്, കാരണം ഇതിൻ്റെ കൂടെ ഉണ്ടാക്കിയ ജിലേബി ഭയങ്കര മധുരമായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് അര കപ്പേ ഒഴിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ, കുട്ടികൾക്കൊക്കെ നല്ല മധുരമാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഒരു 3/4 കപ്പ് വരെ ഒഴിച്ചു കൊടുക്കുക. ഞാൻ അര കപ്പാണ് ഇപ്പോൾ മിൽക്ക് മെയ്ഡ് ഒഴിച്ചത്. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് വെനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കുക. വേണമെങ്കിൽ ഓറഞ്ചിൻ്റെ എസൻസോ ഏത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ബട്ടർ ഈ ഒരു ടെമ്പറേച്ചറിൽ കിട്ടിയാൽ മാത്രമേ ഇതിങ്ങനെ മിക്സ് ചെയ്യാൻ നല്ല എളുപ്പത്തിൽ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ മിക്സ് ചെയ്യാൻ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ വിസ്കൊന്നും ഉപയോഗിക്കാൻ പാടില്ല. സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1-2 മിനിറ്റ് നേരം നന്നായിട്ട് മിക്സ് ചെയ്താലാണ് ഇത് നല്ലൊരു സ്മൂത്ത് സോസ് ആയിട്ട് വരണം. ആ സ്മൂത്ത് ടെക്സ്ചറിലാവണമെങ്കിൽ 2 മിനിറ്റ് നേരം നന്നായിട്ട് ഇളക്കണം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അതിപ്പോൾ കണ്ടോ, അങ്ങനെ ഒറ്റ ലംസ് പോലും ഇതിലുണ്ടാവാൻ പാടില്ല. ഈ ഒരു കട്ട എന്തെങ്കിലും തീരെ ഉണ്ടാവാൻ പാടില്ല. അത്രയും സ്മൂത്ത് ആയിരിക്കണം. ഇനി ഇതിലേക്ക് ഞാൻ കോൺഫ്ലോർ ആണ് ഇട്ട് കൊടുക്കുന്നത്. കോൺഫ്ലോറിനും അങ്ങനെ ഒരു കണക്കില്ല, ഞാൻ ഇടുമ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു കപ്പ് ഫുള്ളായിട്ട് മെഷർ ചെയ്തെടുത്തതിൽ അര കപ്പ് ഇപ്പോൾ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കോൺഫ്ലോറാണ്. അപ്പോൾ കോൺഫ്ലോർ ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം സ്പൂൺ കൊണ്ട് തന്നെ മിക്സ് ചെയ്താൽ മതി കേട്ടോ. കൈയൊന്നും ഉപയോഗിക്കണമെന്നില്ല, സ്പൂൺ കൊണ്ട് തന്നെ മിക്സ് ചെയ്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പം ബാക്കി അര കപ്പും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം മൊത്തപ്പോൾ ഒരു കപ്പ് ഇപ്പോൾ ഞാൻ ഇട്ട് കേട്ടോ. അപ്പോൾ ഇതിനൊന്നും അങ്ങനെ കറക്റ്റ് മെഷർമെൻറ്റ് ഇല്ല. നിങ്ങൾ ഇട്ട് നോക്കിയാൽ ചിലപ്പോൾ നിങ്ങളുടെ അളവ് മാറാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനൊരു അര കപ്പും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1.5 കപ്പായി കേട്ടോ. അപ്പോൾ ആദ്യം അര 3 അര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1.5 കപ്പ് ഉപ്പായി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്പൂണിൽ ഒട്ടാത്തൊരു പാകത്തിലായി വരണം. അതാണ് പാകം എന്ന് പറയുന്നത്. അതുവരെ നിങ്ങൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ കണ്ടോ, സ്പൂണിൽ ഇങ്ങനെ ഒട്ടുന്നുണ്ട്. അപ്പോൾ ഒരു 1/4 കപ്പും കൂടെ എടുത്തിട്ടുണ്ട്. അര കപ്പിന് വേണ്ട 1/4 കപ്പും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ 1/4 കപ്പും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. അപ്പോൾ സ്പൂണിലൊന്നും ഒട്ടാത്തൊരു പാകത്തിലാകണ വരെയാണ് കോൺഫ്ലോർ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കോൺഫ്ലോർ ഫുള്ളായിട്ട് ചേർക്കേണ്ട, മൈദ ചേർക്കണം എന്നുണ്ടെങ്കിൽ പകുതി കോൺഫ്ലോറും പകുതി മൈദയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഒട്ടാത്ത പാകത്തിലേ, ഇതിപ്പോൾ കണ്ടോ ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഒട്ടാത്ത പാകത്തിലേ. അതേപോലെ തന്നെ കൈ കൊണ്ട് പിടിച്ചാലും നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പാകമായിരിക്കണം. അതാണ് ഒട്ടാത്ത പാകം എന്ന് പറയുന്നത്. അതിപ്പോൾ കണ്ടോ ഇങ്ങനെ ഉരുട്ടിയാൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാൻ വേണ്ടി പറ്റണം. അതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ മാവ് ഞാൻ എന്താ വെച്ചാൽ പകുതി ഞാൻ വേറെ മാറ്റുകയാണ്. 2 ഫ്ലേവറിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. ഒന്ന് ചോക്ലേറ്റ് ആണ്. അപ്പോൾ ഒന്ന് അങ്ങനെ തന്നെ പകുതി ഉണ്ടാക്കുക. ഈ പകുതിയിൽ ഞാനിപ്പം കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൊക്കോ പൗഡർ ഞാൻ എൻ്റെ കയ്യിലുള്ളത് ടീസ്പൂണാണ് കേട്ടോ. ഒരു 1.5 ടീസ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ കൊക്കോ പൗഡറും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ എന്തായി, ചോക്ലേറ്റ് ഫ്ലേവറായി. ഇനിയിപ്പോൾ കൊക്കോ പൗഡർ നിങ്ങളെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നമ്മൾ വാങ്ങുന്ന തിന്നുന്ന ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാവില്ലേ, കിറ്റ്കാറ്റ് അങ്ങനത്തെ ഒക്കെ. അപ്പോൾ ഉള്ളിൽ ബിസ്ക്കറ്റ് ഇല്ലാത്ത പ്ലെയിൻ ചോക്ലേറ്റ് വാങ്ങുകയാണെങ്കിൽ അതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കൊക്കോ പൗഡർ തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ആ കൊക്കോ പൗഡറും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് അതും ഇപ്പോൾ റെഡി ആയി കണ്ടോ. ഇതിപ്പോൾ ചോക്ലേറ്റ് കുക്കീസിനുള്ളതും മറ്റേത് വെനില കുക്കീസിനുള്ളതും രണ്ടുമായി. ഇനിയിപ്പോൾ ഞാൻ ബേക്ക് ചെയ്യാനുള്ളൊരു ഷീറ്റിലേക്ക് ബേക്കിംഗ് പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് അടുപ്പിൽ ചെമ്പിലും ബേക്ക് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ കേക്കൊക്കെ ചെയ്യണ പോലെ തന്നെ ചെമ്പിലും ബേക്ക് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇത് ഷേപ്പാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഈ നോസിൽസ് ഉപയോഗിച്ചിട്ടാണ് ഇപ്പം ഇതിവിടെ ഷേപ്പ് ചെയ്യുന്നത്. ഇങ്ങനത്തെ നമ്മളെ പൈപ്പിംഗ് ബാഗിലിടുന്ന നോസിൽസ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ കൊണ്ട് വെറുതെ ഉരുട്ടിയിട്ട് റൗണ്ടായിട്ട് വെക്കുകയും ചെയ്യാം കേട്ടോ, അമർത്തി വെക്കാം. ഞാനിപ്പോൾ ഇത് വീഡിയോ ആയതുകൊണ്ട് ഇങ്ങനെ ഈ ഒരു ഷേപ്പിലാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത്. അപ്പോൾ ചെറിയ ചെറിയ മിനി കുക്കീസാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ നോസിൽ വെച്ച് ഉണ്ടാക്കുമ്പോൾ വലുത് ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല, അല്ലെങ്കിൽ പിന്നെ വലിയ നോസിൽ വേണം. അപ്പോൾ നമ്മൾ അങ്ങനെ എന്താ പറയുക, പ്രൊഫഷണലായിട്ട് കേക്കൊന്നും ഉണ്ടാക്കുന്ന ആളല്ലാത്തതുകൊണ്ട് വലിയ നോസിലൊന്നും ഇപ്പോൾ എൻ്റെ കയ്യിലില്ല, ചെറുതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ മിനി കുക്കീസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷേപ്പ് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ നോസിൽ ഇട്ട് കൊടുത്തത്. അപ്പോൾ അതിങ്ങനെ എന്താ പറയുക, ഞങ്ങൾ സാധാരണ കേക്കൊന്നും ചെയ്യണ പോലെ സ്മൂത്ത് ആയിട്ട് വരില്ല കേട്ടോ, കാരണം അത് കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത പാകത്തിലുള്ള മാവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പാകത്തിലാണ് വരിക. അതുകൊണ്ടാണ് ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് കൈമൽ വേണമെങ്കിൽ പരത്തിയിട്ടോ അല്ലെങ്കിൽ മൊത്തം പരത്തി ഏതെങ്കിലും ഷേപ്പിൽ മുറിച്ചിട്ടോ ഒക്കെ വെക്കാം കേട്ടോ. ഇഷ്ടമുള്ള ഷേപ്പിൽ വെക്കാം. ഞാനിപ്പോൾ അത് മൊത്തം അങ്ങനെ മിനി കുക്കീസായിട്ട് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടോ ഈ ഒരു രീതിയിലാണ്. ഇതിപ്പോൾ ഒരു 200 വേണ്ട 160 ഡിഗ്രിയിൽ 15 മിനിറ്റാണ് എൻ്റെ ഓവൻ്റെ ടൈം കേട്ടോ. ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ടാവും. ആദ്യം ആ അളവിൽ വെച്ച് നോക്കുക. അതാവണ നേരം കൊണ്ട് ഞാനിപ്പോൾ ചോക്ലേറ്റ് കുക്കീസും ഇതേപോലെ തന്നെ ബട്ടർ പേപ്പറിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഇത് ബേക്ക് ചെയ്യാമല്ലോ. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ കാണിക്കുന്നത് നമ്മൾ നേരത്തെ വെച്ച ആ ഒരു ജിലേബിൻ്റെ മാവുണ്ടല്ലോ, അത് 1 മണിക്കൂറായിട്ടുണ്ട്. ഇതിപ്പോൾ സെറ്റായി കേട്ടോ. ഇതിപ്പോൾ ഞാനിവിടെ 1 മണിക്കൂർ വെച്ചത് കിച്ചണിൽ AC ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇല്ലെങ്കിൽ അരമണിക്കൂർ മതി കേട്ടോ. അരമണിക്കൂർ കൊണ്ട് ആയി കിട്ടും. അപ്പോൾ അത് നമ്മളെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇനിയിപ്പോൾ ഈ ഈസ്റ്റ് ഉള്ളതുകൊണ്ട് ഇത് ഒന്ന് ചെറുതായിട്ട് പൊന്തിയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ എയർ പോകുന്ന രീതിയിൽ ഇളക്കി മിക്സാക്കി കൊടുക്കണം കേട്ടോ. 1-2 മിനിറ്റ് നേരം ഇത് ഇളക്കണം. അപ്പോൾ ഇത് കണ്ട അതിൻ്റെ അതിലുള്ള എയർ ബബിൾസ് ഒക്കെ ഫുള്ള് പോകണം. പിന്നെ നമ്മൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി ഒഴിച്ചാൽ ഒരു ഒറ്റ ഇതിൽ ഇങ്ങനെ വീഴുന്ന പാകത്തിലായി വരണം. അതുവരെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ മിക്സ് ചെയ്യുന്ന ഫുള്ള് ഇങ്ങനെ കാണിച്ചു തരുന്നത് തെറ്റിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെ ഇത് ഈ ഒരു ജിലേബിയൊക്കെ ശരിയായി വരണമെങ്കിൽ കുറച്ച് പണിയാണ് കേട്ടോ. നമ്മൾ ഈ നെയ്യപ്പം ഉണ്ണിയപ്പക്കൊണ്ടൊക്കെ പറയുന്ന പോലെ തന്നെയാണ് ഇത്. കുറേ ചുട്ടാലാണ് ഇത് ശരിയായി വരിക. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഈ ഒരു ഇങ്ങനത്തെ ഈ ഹോളുള്ള ഇങ്ങനത്തെ പാത്രം വാങ്ങിക്കാൻ കിട്ടുമല്ലോ. ഞാനിവിടെ മുട്ടമാലയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണിത്. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ വെച്ചിട്ടാണ് ഞാൻ ജിലേബി ഉണ്ടാക്കുന്നത്. ഇനി ഇതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ കവറിൽ ഒഴിച്ചിട്ട് ഒരു അറ്റൊന്ന് മുറിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് മൂടി കൊടുക്കാം. ഇനി നമുക്ക് ജിലേബി ഇതാക്കിയെടുക്കാം. അങ്ങ് കവറിലും ചെയ്യാം കേട്ടോ. പാലിൻ്റെ കവർ നെയ്യിൻ്റെ കവറിലൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ ആക്കാം. അപ്പോൾ ഞാൻ എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. മീഡിയം തീയായിരിക്കണം, വല്ലാണ്ട് ഹൈ ആയി പോരുത്. അതേസമയം നമ്മൾ ഷുഗർ സിറപ്പ് അവിടുന്ന് തിളക്കുകയും വേണം കേട്ടോ. ഷുഗർ സിറപ്പിൻ്റെ കട്ടി കണ്ടില്ല, ഒരു നൂൽപ്പാകല്ല, എന്നാൽ നല്ല വെള്ളം പോലെയല്ല, രണ്ടിൻ്റെയും നടുക്കാവണം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക. ജിലേബി ആയതുകൊണ്ട് തന്നെ നല്ല സുഖമാണ്. നമുക്ക് ഇന്ന ഷേപ്പ് എന്നുള്ള ഒരു ഇതൊന്നുമില്ല, ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ ജാങ്കിരിയൊക്കെ ആകുമ്പോൾ നമുക്ക് ആ ഒരു ഫ്ലവർ തന്നെ കിട്ടണമല്ലോ. ഇതാകുമ്പോൾ പ്രശ്നമൊന്നുമില്ല, ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കാം, ഒരു കുഴപ്പമില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ ഈ ജാങ്കിരി ചൂടുമ്പോഴുള്ള എണ്ണൻ്റെ ആ ഒരു കറക്റ്റ് ചൂടായിരിക്കണം. അതേപോലെ തന്നെ നമ്മളെ ഷുഗർ സിറപ്പും ആ ചൂടോട് കൂടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഷുഗർ സിറപ്പിന് തീരെ വെള്ളം പോലെ ആയി പോകാനും പാടില്ല, എന്നാൽ നല്ല കട്ടിയായി പോകാനും പാടില്ല. രണ്ടിൻ്റെയും നടുക്ക് കറക്റ്റായി കിട്ടണം. വെള്ളം പോലെയുള്ള സിറപ്പാണെങ്കിൽ ആ സിറപ്പ് എന്തായി പോവും, അതിൽ ജിലേബി ഇട്ട് കഴിഞ്ഞാൽ ആ ജിലേബി അങ്ങ് പൊതിർന്നു പോവും, ക്രിസ്പി ആയിട്ട് വരില്ല. പിന്നെ വല്ലാണ്ട് അങ്ങ് ഒരു നൂൽപ്പാകമായിട്ടുള്ള സിറപ്പായി പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക, ജിലേബിൻ്റെ ഉള്ളിലേക്ക് ഈ സിറപ്പ് പിടിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ കുറച്ച് കാര്യങ്ങളാണ്, ടിപ്പാണ് ഈ ഒരു ജിലേബി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം നമ്മളെ ഫസ്റ്റത്തെ ജിലേബി ഇവിടെ 2 ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അത് ചൂടോട് കൂടി തന്നെ നമ്മൾ ആ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ 2-3 ഇട്ട് കഴിഞ്ഞിട്ട് അതൊന്ന് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കി എടുത്താൽ മതി കേട്ടോ. പിന്നെ സിറപ്പിൽ ഒരുപാട് നേരം വെക്കാൻ പാടില്ല. 1 മിനിറ്റൊക്കെ മാക്സിമം ആണ് കേട്ടോ. ഒരു 10 സെക്കൻഡൊക്കെ തന്നെ മതിയാവും. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് മെല്ലെ കേട്ടോ, മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, പൊട്ടിപ്പോവും. അപ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് എടുത്ത് കോരണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൽ അങ്ങ് കുതിർന്നു പോവും. അപ്പോൾ തന്നെ അത് കോരി മാറ്റാം. അപ്പോൾ നമ്മളെ ഫസ്റ്റത്തെ ട്രിപ്പ് ജിലേബി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ജിലേബി ചുട്ടെടുക്കട്ടെ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ടിപ്പൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. സിറപ്പിന് കുറച്ച് ചെറിയൊരു കട്ടി ഉണ്ടാവണം. അതേപോലെ തന്നെ എണ്ണ വല്ലാണ്ട് ചൂടായി പോകാനും പാടില്ല. ഇപ്പോൾ ഇത് കണ്ട ഈ ഒരു പാകത്തിലായി കിട്ടണം. ഇനിയിപ്പോൾ അടുത്തത് ഇട്ട് കൊടുക്കുക. ആദ്യത്തെ 3 ഞാൻ ഇങ്ങ് എടുത്തതിന് ശേഷമാണ് അടുത്ത 2 ഇട്ട് കൊടുക്കുന്നത്. കാരണം അധികം നേരം നമുക്ക് സിറപ്പിൽ ഇട്ട് വെക്കാൻ പറ്റില്ല. പെട്ടെന്ന് തന്നെ അതെടുത്ത് കോരി മാറ്റണം. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു 10 സെക്കൻഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് അപ്പോൾ തന്നെ അത് കോരി മാറ്റിയാൽ മതി. അപ്പോൾ അതാ അടുത്തത് ഞാനിപ്പോൾ ഇങ്ങനെ ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഫുള്ളും ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ജിലേബി അടിപൊളിയാണ്, അതുപോലെ തന്നെ സൂപ്പർ ക്രിസ്പിയാണ്. ഞാൻ ഇതിൻ്റെ മുന്നേ കാണിച്ചിട്ടുണ്ട്, അതിൻ്റെ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ടുള്ളതാണ് കേട്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു കുക്കീസൊക്കെ ബേക്ക് ചെയ്തതാണിത്. 2 തരത്തിലുള്ള കുക്കീസും ഞാൻ ബേക്ക് ചെയ്തെടുത്തതാണ്. എൻ്റെ ബേക്കിംഗ് ടൈം എന്ന് പറയുന്നതാണ് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ 160 ഡിഗ്രിയിൽ 15 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുത്തത്. അപ്പോൾ നമ്മളെ ജിലേബി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ക്രിസ്പിനെസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഞാൻ ശബ്ദം ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സൂപ്പറാണ്. അതേപോലെ തന്നെ ഇത് വായിലിട്ടാൽ അലിഞ്ഞു പോണ കുക്കീസ് എന്ന് പറയും. നമ്മൾ അമേരിക്കാൻ്റെ ഒക്കെ കുക്കീസ് വാങ്ങിക്കുന്ന പോലത്തെ അതുപോലത്തെ ഒരു കുക്കീസാണ്. സൂപ്പറാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അതേപോലെ തന്നെ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഈ 2 ഐറ്റംസ് നമ്മളെ കുപ്പിയിൽ എപ്പോഴും ഉണ്ടെങ്കിലും നല്ല സുഖമാണ്. പെട്ടെന്ന് വേഗം ചായ ആക്കി കൊടുക്കാമല്ലോ. അപ്പോൾ തന്നെ ഈ ജിലേബി ഉണ്ടല്ലോ, ഇതൊരു 10 ദിവസം വരെയൊക്കെ ഈ ഒരു ക്രിസ്പിനെസ്സോട് കൂടി തന്നെ നിൽക്കും കേട്ടോ. കുപ്പിയിലിട്ട് വെച്ചാൽ ഒരു 10 ദിവസം എന്തായാലും ഇതിങ്ങനെ തന്നെ നിൽക്കും. അതുകൊണ്ട് ഇത് പെട്ടെന്ന് അങ്ങ് സോഗിയായി പോവുകയൊന്നും ചെയ്യൂല. നല്ല സൂപ്പറായിട്ടുള്ള ഈ ഒരു ജിലേബിയാണിത്. അപ്പോൾ ഇത് രണ്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.